കോളനൈസ്ഡ് കാമറൂണിയൻ, അരഗന്റ് ആൻഡ് അഗ്ലി. ഫുട്ബോൾ പ്രേമികളുടെ പ്രിയപ്പെട്ട താരം എംബാപ്പയെക്കുറിച്ച് പരാഗ്വേയുടെ സെനറ്റർ സ്റ്റെല്ല ടമറില്ല പറഞ്ഞ വാക്കുകളാണിവ. തികഞ്ഞ വംശീയത നിറഞ്ഞ വാക്കുകൾ. പ്രീ ക്വാർട്ടറിൽ സ്വന്തം രാജ്യമായ പരാഗ്വേക്കെതിരെ എംബാപ്പെ നേടിയ ആ പെനൽറ്റിയായിരുന്നു അമറില്ലയെ പ്രകോപിപ്പിച്ചത്. തന്റെ രാജ്യത്തിന്റെ പരാജയത്തെ അവർ പ്രതിരോധിച്ചത് തന്റെ ഉള്ളിലുള്ള വംശീയ വിദ്വേഷം മുഴുവൻ പുറത്തേക്ക് തള്ളിക്കൊണ്ടായിരുന്നു. പക്വമെങ്കിലും ശക്തമായിരുന്നു ഇതിനോടുള്ള എംബാപ്പയുടെ പ്രതികരണം. നികൃഷ്ടയായ സ്ത്രീയെന്ന് അമറില്ലയെ വിശേഷിപ്പിച്ച എംബാപ്പെ വഹിക്കുന്ന സ്ഥാനത്തിന് ഒട്ടും യോജിച്ചവരല്ല അവരെന്നും തന്റെ പോസ്റ്റിലൂടെ മറുപടി നൽകി. ലോകകപ്പിലുടനീളം അഭിമാനത്തോടെ പോരാടിയ പരാഗ്വേയല്ല നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ ഈ വിവരമില്ലായ്മയും വംശീയതയും ലോകത്തിന്റെ മുന്നിൽ സ്വന്തം രാജ്യത്തിന്റെ പ്രതിച്ഛായയാണ് നശിപ്പിക്കുന്നതെന്നും എംബാപ്പെ തുറന്നടിച്ചു. പിന്നാലെ സെനറ്ററുടെ പ്രസ്താവനയെ ഫുട്ബോൾ ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞു. സെനറ്ററുടെ അഭിപ്രായം വ്യക്തിപരമാണെന്നും അത് രാജ്യത്തിന്റെയോ ജനങ്ങളുടെയോ നിലപാടല്ലെന്നും പറഞ്ഞ് പരാഗ്വേയും അമറില്ലയെ കൈയൊഴിഞ്ഞു. സെനറ്ററുടെ പരാമർശങ്ങൾ ക്രിമിനൽ കുറ്റമാണെന്നും അസ്വീകാര്യമാണെന്നും വ്യക്തമാക്കിയ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ആവട്ടെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചത്. പിന്നാലെ UN അടക്കം പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. വിമർശനങ്ങൾ തിരിച്ചടിച്ചതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും എംബാപ്പയ്ക്ക് ഒരു തുറന്ന കത്തുമായി വീണ്ടും അവർ രംഗത്തെത്തി. പക്ഷേ അതിലെ ആവശ്യം അവരുടെ വംശീയ നിറഞ്ഞ പോസ്റ്റിനോട് പ്രതികരിച്ച എംബാപ്പെ മാപ്പ് പറയുക എന്നതായിരുന്നു. ഇല്ലെങ്കിൽ നിയമ നടപടി എന്ന ഭീഷണി. അതിനായി ഇരവാദം മുഴക്കുവാനും അവർ മടിച്ചില്ല. പക്ഷേ ഇതാദ്യമായല്ല ഫുട്ബോൾ താരങ്ങൾ ഗ്രൗണ്ടിനകത്തും പുറത്തും നിരന്തരം വംശീയ അധിക്ഷേപത്തിനിരയാകുന്നത്. സ്വന്തം രാജ്യത്തിൽ നിന്ന് പോലും ഇത്തരത്തിൽ മുമ്പും എംബാപ്പയ്ക്ക് വംശീയ അധിക്ഷേപം നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. 2020 യൂറോ കപ്പിൽ പെനൽറ്റി മിസ്സാക്കിയതിന് എംബാപ്പയ്ക്ക് നേരിടേണ്ടി വന്നതും മങ്കി വിളികളോടുകൂടിയ കടുത്ത വംശീയ അധിക്ഷേപമായിരുന്നു. നിരന്തരമായ വംശീയ അധിക്ഷേപങ്ങളെ തുടർന്ന് താൻ ഫ്രാൻസിന്റെ ദേശീയ ടീം ഉപേക്ഷിക്കാൻ വരെ തയ്യാറായിരുന്നുവെന്ന് എംബാപ്പെ ഒരിക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മനുഷ്യർക്ക് വേണ്ടിയാണോ ഞാൻ ഗ്രൗണ്ടിൽ പൊരുതുന്നത് എന്ന് വരെ ഒരു ഘട്ടത്തിൽ താൻ ചിന്തിച്ചിരുന്നുവെന്നും എംബാപ്പെ തുറന്നു പറഞ്ഞിരുന്നു. If I score, I'm French. If I don't score, I'm Arab. ഫ്രാൻസിന്റെ തന്നെ ടോപ്പ് പ്ലെയേഴ്സിൽ ഒരാളായിരുന്ന കരീം ബെൻസെമയുടെ വാക്കുകളാണിവ. ഇതും കടുത്ത വംശീയ അധിക്ഷേപത്തിന്റെ തുടർച്ചയായിരുന്നു. ജർമ്മനിയുടെ മുൻനിര കളിക്കാരിൽ ഒരാളായിരുന്ന മെസൂത് ഓസിൽ 29-ാം വയസ്സിൽ തന്റെ ലോകകപ്പ് കരിയർ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണവും വംശീയ അധിക്ഷേപമായിരുന്നു. 2018 ലോകകപ്പിൽ നിന്ന് പുറത്തായ ജർമ്മനിയുടെ തോൽവിക്ക് ഓസിൽ കൊടുക്കേണ്ടി വന്ന വില വലുതായിരുന്നു. ഓസിലിനെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. 2014 ജർമ്മനി കപ്പ് നേടിയപ്പോൾ പുകഴ്ത്തിയ അതേ നാവുകൾ ഓസിലിനെതിരെ വംശീയ വിഷം തുപ്പി. അതേ വർഷം തന്നെ ലോകകപ്പിൽ നിന്ന് താൻ വിരമിക്കുന്നതായി ഓസിൽ പ്രഖ്യാപിച്ചു. അന്ന് ഓസിൽ പറഞ്ഞതിങ്ങനെയാണ്: ജയിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ജർമ്മനാണ്, തോൽക്കുമ്പോൾ കുടിയേറ്റക്കാരൻ. ബെൽജിയൻ ഫുട്ബോളറായ ലുക്കാക്കുവിന്റെയും അനുഭവം മറിച്ചൊന്നായിരുന്നില്ല. ഫുട്ബോൾ ഈസ് എ ഗെയിം ടു ബി എൻജോയ്ഡ് ബൈ എവ്രിവൺ ആൻഡ് വി ഷുഡന്റ് ആക്സെപ്റ്റ് എനി ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്നായിരുന്നു ലുക്കാക്കു താൻ നേരിട്ട അധിക്ഷേപങ്ങളോട് പ്രതികരിച്ചത്. ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയറിന് ഗ്രൗണ്ടിൽ സഹകളിക്കാരിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നിട്ടുള്ള അധിക്ഷേപങ്ങൾ കുറച്ചൊന്നുമല്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കയ്ക്കെതിരായ മത്സരത്തിൽ ജേഴ്സി കൊണ്ട് വായപൊത്തി താരത്തെ മങ്കി എന്ന് വിളിച്ചത് ബെൻഫിക്ക താരം ജിയാൻ ലൂക്ക പ്രെസ്റ്റിയാനി ആയിരുന്നു. വിനീഷ്യസിന്റെ പരാതിയെ തുടർന്ന് 10 മിനിറ്റോളം മത്സരം നിർത്തിവെക്കുക വരെയുണ്ടായി. അന്ന് റയൽ മാഡ്രിഡ് താരമായിരുന്ന കിലിയൻ എംബാപ്പെ താൻ നേരിട്ട് ഈ അധിക്ഷേപം കേട്ടതായി വെളിപ്പെടുത്തി വിനീഷ്യസിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് ഗ്രൗണ്ടിൽ ജേഴ്സി കൊണ്ടോ കൈകൊണ്ടോ വാപൊത്തി സംസാരിക്കുന്നതിന് നേരിട്ട് റെഡ് കാർഡ് നൽകുന്ന ക്രിസ്ത്യാനി നിയമം നടപ്പാക്കിയതിലേക്ക് നയിച്ചത്. 2026 ലോകകപ്പിൽ ആദ്യമായി ഈ നിയമം നടപ്പിലാക്കിയപ്പോൾ അത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന ആദ്യത്തെ കളിക്കാരനായി മാറി പരാഗ്വേ താരം മിഖേൽ ആൽമറോ. ഈ ലോകകപ്പിന്റെ തുടക്കത്തിൽ പോലും സൊമാലിയൻ റഫറിയായ ഒമർ അർത്താന് വിസ നിഷേധിച്ചതും സെനഗൽ താരങ്ങളെ വിമാനത്താവളത്തിൽ വെച്ച് കടുത്ത പരിശോധനയ്ക്ക് വിധേയമാക്കിയതും വംശീയതയുടെ തന്നെ മറ്റൊരു മുഖമായിരുന്നു. ഇങ്ങനെ ഫുട്ബോളിന്റെ ചരിത്രം മുതൽ നിരന്തരം ഗ്രൗണ്ടിലും ഗ്യാലറിയിലും സ്വന്തം രാജ്യത്തിൽ നിന്ന് പോലും അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള താരങ്ങൾ ഒട്ടനവധിയാണ്. ദേശമോ മതമോ നിറമോ ഒന്നും തന്നെ കായിക പ്രേമികളുടെ ഫുട്ബോൾ സ്നേഹത്തിന് തടസ്സമാവില്ലെന്നിരിക്കെ അതിന്റെ നിറം കെടുത്തുന്ന വംശീയതയെ എന്ത് വില കൊടുത്തും പിഴുതുമാറ്റിയേ മതിയാവും.